എക്സാം കഴിഞ്ഞിട്ടുള്ളൊരു കാം ആൻഡ് ചില്ലായിട്ടുള്ളൊരു ഡേ ആട്ടോ. എക്സാമിന് മുന്നേ വലിയ ജാടയ്ക്ക് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പോയതാ. പക്ഷെ പറ്റിയില്ല. എക്സാമിൻ്റെ തിരക്കും അതുപോലെ തന്നെ പഠിക്കാനും ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല കേട്ടോ. ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സിങ് ടേബിളും ഡ്രോയേഴ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്? പഴയ കൺസെഷൻ കാർഡും ഉപയോഗിക്കാത്ത ഫോണും പിന്നെ എൻ്റെ കുറേ വളകളുണ്ടായിരുന്നു. എനിക്ക് വളകളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനതൊക്കെ സോർട്ട് ചെയ്തൊരു ബാഗിലാക്കി വെച്ചു. പിന്നെ കമ്മലുണ്ടായിരുന്നു. കമ്മൽ ഞാൻ ഇതുപോലെ കുഞ്ഞ് കണ്ടെയ്നറിലാക്കി വെച്ചു. നമ്മളൊന്നും വേസ്റ്റ് ആക്കരുതെന്നാണല്ലോ. പിന്നെ ഒത്തിരി നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇത്രയും നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും അറിയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു പൗച്ചിനകത്താക്കിയിട്ട് ഡ്രോയറിൽ വെച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ എവിടെയാണെന്ന് മറന്നു അതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഇത് ഞാൻ തപ്പിയപ്പോൾ കണ്ടതാട്ടോ, ഒരു പഴയ ജോമെട്രി ബോക്സ്. ഇത് പണ്ട് 6-ലോ 5-ലോ ഒക്കെ മേടിച്ചാട്ടോ. പണ്ട് നമുക്ക് സ്കൂളിൽ സ്റ്റഡ് മാത്രമല്ലേ ഇടാവൂ. അപ്പോൾ വെറൈറ്റി സ്റ്റഡ് ഇടാൻ വേണ്ടി മേടിച്ചാട്ടോ. പിന്നെ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതും ഇതുപോലൊരു പെട്ടിയിലാക്കി അങ്ങ് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ താഴത്തെ ഡ്രോയർ ഫിനിഷായി. പിന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്ന ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിലത്തെ പോർഷനായിരുന്നു. അവിടെ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ക്ലിപ്പും ഹാൻഡ് മോയ്സ്ചറൈസറും കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ ഒരു ഭംഗിക്ക് ഇതുപോലെ സൈഡിലൊരു പില്ലോയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സിങ് ടേബിളിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ക്ലീൻ ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു. പിസ്സ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡോമിനോസ് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. പണ്ട് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഹോസ്റ്റൽ ഫുഡൊന്നും അത്ര പോരായിരുന്നു. അപ്പോൾ ഡോമിനോസ് തന്നെയായിരുന്നു നമ്മുടെ ഏക ഒരു സമാധാനം എന്ന് പറയാൻ. മേടിച്ചപ്പോൾ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അതാട്ടോ ഇത്രയും സാധനം കിട്ടിയത്. പിസ്സ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ടെന്നറിയാം. പക്ഷേ ഞാനൊരു പിസ്സ ലവറാണ്. അങ്ങനെ പിസ്സ ഒക്കെ കഴിച്ച് ഫുഡ് കോമയിലായി കിടന്നുറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉറങ്ങി എണീറ്റിട്ട് ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ജേർണലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയൊരു ബസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടിക്കറ്റ് വെച്ചിട്ട് ഒരു ജേർണൽ ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ ആ ടിക്കറ്റ് കുറച്ച് സ്പെഷ്യലും കൂടെ ആണേ. അതുകൊണ്ട് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കങ്ങനെ ജേർണൽ സപ്ലൈസ് ഒന്നും ഇല്ല. ഞാൻ തന്നെ വരച്ച് കളർ ചെയ്ത് വെട്ടിയെടുക്കുന്നതാണ് എൻ്റെ സപ്ലൈസ് എന്ന് വെച്ചാൽ. സത്യം പറയാൻ എനിക്ക് സപ്ലൈസൊക്കെ വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ജേർണൽ തീം ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ബസ്സും അതുപോലെ തന്നെ ഓൺ ദ വേ ചായ കുടിച്ചുകൊണ്ട് ചായയുടെ ഒരു പടവും കൂടെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ വീഡിയോ ജെന്യുവിൻലി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൊന്ന് പറയണേ എന്ന്. 1-2 കമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഐ എം റിയലി ഹാപ്പി. കാരണം കാണുന്ന കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊരു പ്രൗഡ് ഫീലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ നമ്മുടെ ചെറിയ വിൻസിലാണെങ്കിലും വി ഹാവ് ടു ബി ഹാപ്പി എന്നല്ലേ. ആസ് എ ബിഗിനർ എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നതിൽ ഐ എം ഹാപ്പി. ആൻഡ് നമ്മൾ ഏതൊരു കാര്യവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉറപ്പല്ലേ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത ബസ്സും ടിക്കറ്റും അതുപോലെ തന്നെ കപ്പൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഡേറ്റും പിന്നെ ആ ദിവസത്തെ പറ്റി കുറച്ച് കാര്യങ്ങളും കുറച്ച് കോട്ട്സും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ജേർണൽ. പിന്നെ നിങ്ങൾക്ക് ജേർണലിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡു കമൻറ്റ്. ഞാൻ ഇനിയും ജേർണലിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അധികം സപ്ലൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള സപ്ലൈസിലും ഞാൻ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ വൈകിട്ടായപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. എന്തോ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു സമാധാനമല്ലേ. ഞങ്ങൾ അമ്പലത്തിൽ ഓട്ടോയിലാണ് പോയത്. വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതെന്ന് പറയാം. കാരണം എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞാൻ പുറത്തേ ഇറങ്ങാറില്ലായിരുന്നു. അങ്ങനെ ഓൺ ദ വേ ഞങ്ങൾ പൂവൊക്കെ മേടിച്ചിട്ട് അമ്പലത്തിലോട്ട് പോയാൽ പിന്നെ ഒരു 7 മണിയായപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഓട്ടോയിൽ തന്നെ ഞാൻ വീട്ടിലോട്ട് വന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു കാം ചിൽ ഡേ വ്ളോഗ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്കും കമൻറ്റും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.